ഈ ഒരു വീഡിയോയിലൂടെ 3 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു കിടിലൻ അർജൻറ്റീനിയൻ താരം പഞ്ചാബ് എഫ്സിയിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒരു വിടവാങ്ങൽ ISL എന്നൊരു വിടവാങ്ങൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ KBFCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഉണ്ട്. സോ നമുക്ക് മൂന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1K ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. 1k ലൈക്ക് ടാർഗറ്റിലേക്ക് എത്തിക്കുക. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ്സിയുമായിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റാണ്. ഒരു സൂപ്പർ അർജൻറ്റീനിയൻ താരത്തെ അവർ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് എസിക്കിയൽ വിഡാൽ എന്നാണ്. സൂപ്പർ താരമാണ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ഇന്തോനേഷ്യൻ ഫസ്റ്റ് ടയർ ലീഗിലാണ്. അവിടെ 60 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളും 13 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റാർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് 60 കളിയിൽ നിന്ന് 30 കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഓരോ 2 കളി കൂടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായി. ഇന്തോനേഷ്യൻ ടോപ്പ് ടയർ ലീഗിന് പുറമെ അദ്ദേഹം ഇക്വഡോർ ടോപ്പ് ടയർ ലീഗ്, അർജന്റീനിയൻ ടോപ്പ് ടയർ ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മികച്ച താരം തന്നെയാണ്, ഒരു സൂപ്പർ സൈനിങ് എന്ന് തന്നെ പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പൗളോ റെട്രയെക്കുറിച്ച്. ഇന്നലെ ഒരു ആരാധകൻ മാർക്കസ് മെർഗിലോട് ചോദിച്ചുള്ളൂ, അതായത് പൗളോ റെട്രയുടെ കാര്യം എന്തായി, അദ്ദേഹത്തിന് ഇപ്പോഴും FC ഗോവയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു സീസണിലും അദ്ദേഹം കളിക്കുമോ എന്ന്. എന്തായാലും അതിനുള്ള മറുപടി മാർക്കസ് മെർഗിലോ തന്നില്ല, ഗോവ തന്നെ തന്നിരിക്കുകയാണ്. അത് FC ഗോവ തന്നെ തന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അതിനൊരു താങ്ക് യു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് FC. അദ്ദേഹം FC ഗോവയിൽ തുടരുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഓസ്ട്രേലിയൻ താരമാണ്. അതുകൊണ്ട് തന്നെ 6 സൈനിങ്ങും FC ഗോവയുടെ കംപ്ലീറ്റ് ആയെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹം പോയി മറ്റൊരു താരം ആ ഒരു പോസ്റ്റിലേക്ക് വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും. ഇന്ന് 2:30 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് രച്ചംപൂരി FC മാച്ച് ഉണ്ടായിരിക്കും. അതിൻ്റെ ലൈവ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഇടുക, അല്ലാതെ നമുക്കൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ കളിച്ച ടീമുകളെയൊക്കെ കാട്ടി നല്ല സ്ട്രോങ് ടീമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കളിച്ച ടീമെല്ലാം തായ് 2nd ഡിവിഷൻ ടീമായിരുന്നു. ഇതൊരു തായ് 1st ഡിവിഷൻ ടീമാണ്. കൂടാതെ തായ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു ടീമാണ്. അതുമാത്രമല്ല തായ് ലീഗ് ഈ ഒരു ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അവരും അവരുടെ ഫുൾ സ്കോഡുമായിട്ട് ഇറങ്ങുമായിരിക്കും, കാരണം അവർക്കും ഇതൊരു പ്രീ സീസൺ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. കൂടി പറയുകയാണ്, ഒരു ലൈക്ക് ആൻഡ് ഒരു സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.